Assalamualaikum, welcome back to my channel Lubna's Cloud. It's me Lubna. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഒരു സ്ലൈഡിംഗ് കാർഡ് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാനും പിന്നെ അതുപോലെ ഇത് നമുക്ക് ഏത് പേപ്പറിൽ പ്രിൻ്റ് എടുക്കണം, എഡിറ്റിംഗ് എങ്ങനെയാണ്, ഏത് പ്രിൻറ്റിങ്ങാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കീപ് വാച്ചിങ്. ഫസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്, സേവ് ദി ഡേറ്റ് അല്ലെ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് എങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്, എഡിറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പം എഡിറ്റിങ്ങിന് നമുക്ക് ഫസ്റ്റായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഫ്ലോറൽ ഡിസൈൻസ് അങ്ങനെ വെഡ്ഡിങ്ങിനോട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഓരോ വാൾപേപ്പറോ അതല്ല ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, അതല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് pinterest.com അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈറ്റ് കിട്ടും. അതിൽ ജസ്റ്റ് ജിമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അത് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പം ഗൂഗിളിൽ നിന്നുള്ള വെബ്സൈറ്റ് pinterest.com യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ല ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്യാം. അത് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ ഫോട്ടോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഡോട്ട് മുകളിൽ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിന് നമുക്ക് ആ ഒരു ഇമേജ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫയൽസിലാണ് സേവ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഫയൽസിൽ സേവ് ആയത് അവിടെ ഡൗൺലോഡിൻ്റെ മുകളിൽ ഫോണിൻ്റെ മുകളിൽ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സേവ് ടു ഫോട്ടോസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് ഐഫോണിൻ്റെ ഫോട്ടോസ് ആപ്പിലേക്ക് അത് സേവ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ ഈ പിൻട്രസ്റ്റ് പോയിട്ട് സെർച്ചിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് എന്നൊക്കെ അടിച്ചെടുത്താൽ നമുക്ക് ഒരുപാട് ഫ്ലോറൽ ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ ഓരോന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന അതേ മോഡലിലൊക്കെ ഡിസൈൻസൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ആ ഒരു കളറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു കാർഡ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിക്സാർട്ടും അതുപോലെ ക്യാൻവ ആപ്പും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഞാനിപ്പം ക്യാൻവ ആപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വെഡ്ഡിങ് കാർഡ് എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, നിങ്ങൾ ഏത് സൈസിലാണ് നമുക്ക് ഈ ഒരു വെഡ്ഡിങ് കാർഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു വെഡ്ഡിങ് കാർഡ് ഓരോ കാർഡും നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് A5 ഡോക്യുമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ നമ്മൾ പ്ലസ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ A5 ഡോക്യുമെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് A5 പേജ് നമുക്ക് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസ് ജസ്റ്റ് ക്യാമറ റോളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിതൊന്ന് ബാക്ക്ഗ്രൗണ്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. A5 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ A5 സൈസിലുള്ള പേജാണ്. അപ്പോൾ A5 സൈസിൽ നമുക്ക് നോർമലി എഡിറ്റ് ചെയ്യാം. അപ്പം ശരിക്കും നല്ലൊരു സൈസ് ഇൻവിറ്റേഷൻ കാർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 5-7 ഇഞ്ചാണ്. അത് പിന്നെ നമ്മുടെ ഓരോ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് സൈസിൽ ചേഞ്ചസ് വരുത്താം. അപ്പം ഇനി നമുക്ക് ഇതിൽ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രൂമിൻ്റെ ബ്രൈഡിൻ്റെ നെയിമൊക്കെ അത് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫോണ്ടിൻ്റെ അവിടെ കാലിഗ്രാഫി അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി നല്ല രസമുള്ള ഫോൺസൊക്കെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. അതിൽ നല്ല നല്ല ഫോൺസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിൽ പ്രോ എഴുതിയത് പിന്നും പറയാണ്, പ്രോ എഴുതിയത് നിങ്ങൾ എടുക്കേണ്ട, അത് പ്രീമിയം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ഈ ഒരു ആപ്പ് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എപ്പോഴും ഫ്രീ ആയിട്ടുള്ളത് സംഭവം മാത്രം സെലക്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടുന്നില്ല, ഈ പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു വർക്കിൽ ഏതെങ്കിലും പ്രീമിയം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആ ഒരു ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഭാഗം നമുക്ക് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഡോട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ
ഓരോ ടെക്സ്റ്റും ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൊത്തമായിട്ടുള്ള ആ ഒരു ഏരിയ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോന്നും പിന്നെ ഇങ്ങനെ ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല. ആ ഓരോന്നിൻ്റെ അടുത്തടുത്തുള്ള അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ അത് മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇനി നമുക്ക് ഈ സെയിം ഡിസൈൻ തന്നെ നെക്സ്റ്റ് പേജിലും വരണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ ഒരു റൗണ്ടിൽ വൈറ്റ് കളറിൽ കാണാമല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജസും ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പേജ് എടുക്കാനോ അല്ലെങ്കിൽ ന്യൂ പേജ് എടുക്കാനോ ഒക്കെ ഉള്ള ഓപ്ഷൻ കാണാം. അവിടെ എന്നിട്ട് ഞാനിപ്പം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് പേജ് എടുത്തിട്ട് സെയിം ആ ഒരു വാൾപേപ്പർ തന്നെ ജസ്റ്റ് അലൈൻമെൻറ്റ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഈ സ്ലൈഡിങ് കാർഡിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു കാർഡാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം നമുക്ക് താഴെയുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്സ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഷേപ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഷേപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ കളർ ജസ്റ്റ് വൈറ്റ് ആക്കിയിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിൽ ഒന്ന് കാണിച്ചു തരികയാണ് ജസ്റ്റ് ഒരു വെഡ്ഡിങ് കാർഡ്. ഇവിടെ ഞാനിപ്പോൾ ഒരു മുസ്ലിം വെഡ്ഡിങ് കാർഡാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എലമെൻറ്റ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസ്മില്ല എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് എടുക്കാതെ അല്ലാതെ ഫ്രീ ആയിട്ട് കുറച്ചെണ്ണം നമുക്ക് കിട്ടും. അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലോ ഒക്കെ പോയിട്ട് ബിസ്മില്ല PNG ഇമേജസ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമേജ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവറൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ടെക്സ്റ്റൊക്കെ അവൈലബിൾ ആയിട്ട് ക്യാൻവയിലുണ്ട്. അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെഡ്ഡിങ് കാർഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ളത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ബാക്കി ടെക്സ്റ്റും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് അലൈൻമെൻ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിൽ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫോട്ടോ സ്ലൈഡ് ചെയ്യുന്നതാണല്ലോ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നല്ലൊരു പിക്ക് എടുക്കാം. അത് നമുക്ക് ഞാൻ വീണ്ടും pinterest.com പോയിട്ട് മുസ്ലിം കപ്പിൾ ക്ലിപ്പ് ആർട്ട് അല്ലെങ്കിൽ മുസ്ലിം കപ്പിൾ ക്യൂട്ട് കപ്പിൾ ക്ലിപ്പ് ആർട്ട് അല്ലെങ്കിൽ മുസ്ലിം കപ്പിൾ കാർട്ടൂൺ ഇമേജ് അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതുപോലുള്ള ഇമേജസ് അവൈലബിൾ ആണ്. അതിൽ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോട്ടോസ് ആപ്പിലേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ക്യാൻവ ആപ്പിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതും പ്രിൻ്റ് എടുക്കാനുള്ളതുകൊണ്ട് വേറൊരു പേജിലാണ് ഞാൻ ഈ ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ന്യൂ പേജ് എടുത്തിട്ട്. അപ്പം ആ സെയിം ഡോക്യുമെൻറ്റിൽ അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ വേറൊരു പേജിൽ നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് ആ ഒരു സ്ലൈഡിങ് ഗ്രൂമും ബ്രൈഡും വരേണ്ട ആ ഒരു ഫസ്റ്റ് പേജിൽ ജസ്റ്റ് ഈ ഇമേജ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സ്പേസ് ആ ഒരു ചെറിയൊരു സ്പേസ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ സ്ലൈഡ് ചെയ്യാനുള്ള ആ ഒരു ഏരിയയിൽ ഈ ഒരു ബ്രൈഡും ഗ്രൂമിൻ്റെ ക്രോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് വെച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് എത്ര സൈസ് വേണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു സെയിം സൈസ് അവിടെ ക്ലിക്ക് ചെയ്ത് 3 ഡോട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് തേർഡ് പേജ് മൂന്നാമത്തെ പേജാണല്ലോ നമ്മളിപ്പം ഇത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നത്, അതിൽ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് എന്താ ഇപ്പോൾ ഞാൻ എക്സ്ട്രാ അവിടെ ഒരു ഏരിയയും കൂടെ ജസ്റ്റ് സ്പേസ് ഉള്ളതുകൊണ്ട് ബാക്കി ഒരു ബ്രൈഡും ഗ്രൂമും കൂടെ ജസ്റ്റ് ഞാൻ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി അവിടെ ജസ്റ്റ് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡിൽ യൂസ് ചെയ്യുന്നില്ല, പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാമല്ലോ വിചാരിച്ചത്. ജസ്റ്റ് എന്തായാലും പ്രിൻറ്റിങ്ങിന് കൊടുക്കുകയാണല്ലോ അതുകൊണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെക്കൻഡ് ഒരു ബ്രൈഡും ഗ്രൂമും അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ട്. അത് ഈ ഒരു കാർഡിലേക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പിന്നെ ഇതിൽ ഈ ഒരു ബ്രൈഡും ഗ്രൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂ ഇല്ല കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവിങ്ങിൻ്റെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കാരണം നമുക്ക് ഈ ഒരു ഫോട്ടോ മാത്രമല്ല ഇതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ 3 പേജും നമ്മൾ A5 സൈസിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ഡൗൺലോഡിൻ്റെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് നമുക്ക്
നമുക്ക് ഫോട്ടോസ് ആപ്പിൽ ഉണ്ടാവും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇത് പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ക്യാൻവ ആപ്പ് എടുത്തതിന് ശേഷം A3 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A3 എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സ് കിട്ടും. അതിൽ A3 സൈസാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആദ്യം എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ബ്ലാങ്ക് ഡോക്യുമെൻറ്റിലേക്ക് നേരത്തെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇമേജസ് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഫ്രണ്ട് കാണുന്ന ആ ഒരു പേജ് ഞാൻ കാട്ടിലും ചെറുതായിരിക്കണം, ഉള്ളിൽ നമ്മൾ വലിക്കുന്ന ആ ഒരു പേജ് എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് പേജ്. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് സൂം ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് സൈസ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കുക. ആദ്യത്തെ പേജ് കുറച്ച് വലുതും അതിനെക്കാട്ട് കുറച്ച് ചെറുതായിട്ട് അടുത്ത പേജുമായിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് A5ഉം A4ഉം ഒക്കെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. പക്ഷേ അവർ കോമൺലി A3 പേപ്പറാണ് ഈ ഒരു പ്രിൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ A3 പേപ്പറിൽ സെറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഏത് സൈസിലാണെങ്കിൽ A4ഓ A3ഓ A5ഓ ആണെങ്കിലും സെയിം പ്രൈസാണ് നമ്മൾ ഈ ഒരു പ്രിൻറ്റിങ്ങിന് വരുന്നത്. കാരണം ആ പ്രിൻ്ററിൽ ആ പേപ്പർ കടന്ന് വരുന്ന ആ ഒരു ചാർജാണ് പ്രിൻറ്റിങ്ങിന് വരുന്നത്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഈ ബ്രൈഡും ഗ്രൂമിൻ്റെ ആ ഒരു പൊസിഷൻസ് കണ്ടോ, ആ ഒരു സൈസ് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം സെറ്റ് ചെയ്യുന്ന സമയത്ത് സൈസ് ഓക്കെ അല്ലെന്ന്, അല്ലെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മുകളിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ അവിടെ PNG എന്നുള്ള അവിടെ നമുക്ക് ഏത് ടൈപ്പാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ PDF പ്രിൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF ഫയൽ ആയിട്ട് സേവ് ചെയ്യാം. അതിപ്പം ഐഫോണിലാണെങ്കിൽ ഫയൽസ് ആപ്പിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിലൊക്കെ ഇതുപോലെ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് PDF ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രിൻറ്റിങ്ങിന് ഏറ്റവും ബെസ്റ്റാണ് PDF. കാരണം PDF ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് പിന്നെ വേറെ ഒരു ആപ്പിലൊന്നും ഇടുന്ന സമയത്ത് അലൈൻമെൻ്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവുകയോ ഫോൺസ് ഒന്നും ചേഞ്ച് ആവുകയോ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ PDF ആയിട്ട് തന്നെ നമ്മുടെ ഫൈനൽ ഫയൽ സേവ് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ എഡിറ്റ് ചെയ്ത് വെച്ചത് അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ വേറൊരു ഇപ്പം വേറെ കമ്പ്യൂട്ടറിലിടോ വേറെ ആപ്പിലോ ഒക്കെ ഇടുന്ന സമയത്ത് സെയിം അലൈൻമെൻ്റ് ഒന്നും മാറിയിട്ടുണ്ടാവില്ല. പിന്നെ അത് ഒരുപാട് പേജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട പേജ് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഞാനൊരു സ്ലൈഡിങ് കാർഡിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കുന്നത് വേറൊരു നേരത്തെ ഞാൻ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡാണ്. അപ്പം ഇതിൽ നമുക്ക് കണ്ടു ഞാൻ ഇതുപോലെ ഒരു A3 പേപ്പറിലാണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ട ഇതെന്ന് പറയുന്നത് ഏത് പ്രിൻ്ററാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലേസർ പ്രിൻ്ററുള്ള ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ പ്രിൻ്റ് എടുക്കണം. കാരണം ലേസർ പ്രിൻ്റർ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇമേജ് നല്ല കറക്റ്റ് ആ ഒരു ഡിസൈനിൽ തന്നെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് പ്രിൻ്റ് കിട്ടും. അതുകൊണ്ടാണ് ലേസർ പ്രിൻ്ററുള്ള ഷോപ്പിൽ നിന്ന് തന്നെ പ്രിൻ്റ് എടുക്കാൻ പറയുന്നത്. പിന്നെ അതുപോലെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് ആർട്ട് പേപ്പർ എന്നൊക്കെയാണ് പറയുക. ലേസർ പ്രിൻ്ററിൽ യൂസ് ചെയ്യുന്ന പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് പല സൈസിൽ വരുന്നുണ്ട്. തിക്നെസ് അത് 300 GSM ഒക്കെ തിക്നെസ് ആകുമ്പോൾ നല്ലൊരു കറക്റ്റായിട്ട് ഇൻവിറ്റേഷൻ കാർഡിന് പറ്റിയിട്ടുള്ളൊരു തിക്നെസ്സാണ്. അപ്പം ആ ഒരു തിക്നെസ്സിലുള്ള പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പം ഈ ഒരു കാർഡ് സ്ലൈഡിങ് കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ A4 സൈസിലുള്ള ഒരു ഡ്രോയിങ് പേപ്പർ കുറച്ച് കട്ടിയുള്ള ഒരു 200 GSM ഒക്കെ വരുന്നൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പേപ്പറിന് ഫസ്റ്റ് ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഡബിൾ സൈഡ് ടാപ്പ് എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള സൈഡുള്ള ടാപ്പാണ്. മറ്റേത് ഫോം ടൈപ്പ് വരുന്ന കുറച്ച് കട്ടിയുള്ള ടാപ്പ് ഉണ്ട്. അതല്ല, അത് നമുക്ക് പേപ്പറൊക്കെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തിന്നായിട്ടുള്ള നമുക്ക് ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ജസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു A3 പേപ്പർ നമുക്ക് പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കാർഡിന് പുറത്ത് കാണുന്ന ആ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേപ്പറിന് കറക്റ്റ് സൈസ് ആക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പ്രിൻ്റ് എടുത്ത പേപ്പർ ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി
ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പ്രിൻ്റ് എടുത്തത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. നമുക്കിതൊരു സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ഇതുപോലുള്ള ബ്ലേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതുപോലുള്ള ബ്ലേഡ് വെച്ച് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത്. അവിടെ ഉള്ള സ്റ്റിക്കർ കളഞ്ഞതിന് ശേഷം നമുക്കത് ഒന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു എൻവലപ്പ് പോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാർഡ് വലിക്കുകയാണല്ലോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാർഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എൻവലപ്പ് മുകളിലുള്ള ആ ഒരു കാർഡിനെക്കാട്ടിലും കുറച്ച് ചെറുതായിരിക്കണം നമ്മൾ ഉള്ളിൽ നിന്ന് വലിക്കുന്ന ആ ഒരു കാർഡ്. അപ്പോൾ എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് വലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് നമ്മുടെ ഈ ബ്രൈഡിൻ്റെ കാർഡ് വരേണ്ട ആ ഒരു സ്പേസൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഇതുപോലെ വലിച്ചു നോക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഡബിൾ സൈഡ് കുറച്ച് കട്ടിയുള്ള ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കാദ്യം ഇതിൽ ഇതിപ്പോൾ ഞാൻ ബ്രൈഡാണ് ഇങ്ങോട്ട് വലിച്ചതാക്കുന്നത്. അപ്പം ഗ്രൂമിൻ്റെ ഫോട്ടോ ഞാൻ ആ ഒരു ക്ലിപ്പായിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല നൈസായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പില്ലേ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള അവിടെ താഴെയുള്ള കാർഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബ്രൈഡിനെ കാർഡ് താഴത്തേക്ക് വെച്ചിട്ട് ബ്രൈഡിനെ അവിടെ ജസ്റ്റ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കാർഡ് താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രൂമിൻ്റെ അടുത്തേക്ക് ബ്രൈഡ് വരുന്ന രീതിയിൽ ആയി കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏതൊരു പോർഷനാണ് പുറത്തേക്ക് ഇങ്ങനെ കാണേണ്ടതെന്നുള്ളത് നോക്കിയിട്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് അതിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ആ ഒരു ഗെറ്റിംഗ് മാരീഡ് എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ജസ്റ്റ് അവിടെ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബ്രൈഡും ഗ്രൂമും. പിന്നെ എക്സ്ട്രാ വന്ന് കുറച്ച് പോർഷൻ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഫുള്ള് ഉള്ളോട്ട് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് ആ ബ്രൈഡും ഗ്രൂമും നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചില്ലേ അത് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് മേലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാർഡ് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കണം എത്ര പോർഷൻസ് വരണം, എവിടെ നമ്മൾ ആ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.